ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ക്യാൻസർ കോശങ്ങളിൽ മാത്രം കൃത്യമായ റേഡിയേഷൻ നൽകുന്ന അത്യാധുനിക റേഡിയേഷൻ ചികിത്സ തിരുവനന്തപുരം RCCയിൽ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള പരമാവധി പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനതല ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വർണ്ണപ്പകിട്ടിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെയുള്ള പരാതികൾ സമർപ്പിക്കുന്നതിന് ശുഭയാത്ര പദ്ധതിയുമായി നോർക്ക റൂട്ട്സ്. പകൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അത്യാധുനിക റേഡിയേഷൻ തെറാപ്പി ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. റേഡിയേഷൻ ചികിത്സയിൽ ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് SGRT. ക്യാൻസർ കോശങ്ങളിൽ മാത്രം കൃത്യമായ റേഡിയേഷൻ നൽകാനും പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നു. സർക്കാർ മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു റേഡിയേഷൻ തെറാപ്പി ചികിത്സാ സംവിധാനം സജ്ജമാക്കിയതെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള പരമാവധി പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഫിഷറീസ് വകുപ്പിന്റെ തൊഴിൽ തീരം നൈപുണ്യ പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ തീരം പദ്ധതി പോലെ തീരദേശത്തെ മാത്രം ലക്ഷ്യം വച്ചുള്ള പദ്ധതി നടപ്പാക്കുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ വായന ലഹരിയാക്കി മാറ്റാൻ കഴിയണമെന്ന് മന്ത്രി VN വാസവൻ. അക്കാദമിക മികവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച മാതൃകകൾ സൃഷ്ടിക്കാൻ സ്കൂൾ കുടുംബ അന്തരീക്ഷങ്ങൾക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ 2 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിൻ എന്നിവരാണ് പിടിയിലായത്. അതേസമയം അറസ്റ്റിലായവർ പങ്കെടുത്ത KSU മെമ്പർഷിപ്പ് ഉദ്ഘാടന പരിപാടിയുടെ ചിത്രങ്ങൾ SFI നേതാക്കൾ പുറത്തുവിട്ടു. പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും സമ്മർദ്ദ ഫലമായാണ് ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാൻ തുടങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുതിർന്ന പാർട്ടി നേതൃത്വം ഇടപെട്ട് യുവജന സംഘടനകളെ ലഹരിയുടെ വിപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് മുത്തങ്ങയിൽ MDMA പിടികൂടിയ സംഭവത്തിൽ നൈജീരിയൻ സ്വദേശിയടക്കം 2 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 4ആയി. കഴിഞ്ഞ മാസം മലപ്പുറം സ്വദേശി ഷഫീഖിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെ പിടികൂടിയത്. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നോർക്ക റൂട്ട്സ്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ഇനി നോർക്കയുടെ ശുഭയാത്രയിൽ പരാതിപ്പെടാം. വിശദാംശങ്ങളിലേക്ക്. വിദേശത്തേക്കുള്ള അനധികൃത റിക്രൂട്ട്മെന്റ്, വിസ തട്ടിപ്പ്, മനുഷ്യക്കടത്ത് എന്നിവയ്ക്കെതിരെ നടപടികളെടുക്കുന്നതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ്, കേരള പോലീസ്, നോർക്ക റൂട്ട്സ് എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ശുഭയാത്ര. ഇത്തരം പരാതികൾ തിരുവനന്തപുരത്തും എറണാകുളത്തും പ്രവർത്തിക്കുന്ന വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സ് ഓഫീസുകളിൽ അറിയിക്കാവുന്നതാണ്. emigrate.gov.in, ഇ-മൈഗ്രേറ്റ് പോർട്ടലിലൂടെയോ spnri.pol@kerala.gov.in, dyspnri.pol@kerala.gov.in എന്നീ ഇമെയിലുകൾ വഴിയോ ഹെൽപ്പ് ലൈൻ നമ്പറായ 0471-272-1547 ബന്ധപ്പെട്ടോ ഓപ്പറേഷൻ ശുഭയാത്രയിൽ അറിയിക്കാം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോഴിക്കോട് ചെട്ടികുളം ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷന്റെ എല്ലാവർക്കും ആരോഗ്യം എന്ന ആരോഗ്യനയം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ചെട്ടികുളത്ത് അർബൻ ഹെൽത്ത് ആന്റ് വെൽനസ് സെന്റർ സ്ഥാപിച്ചത്. കണ്ണൂർ ജില്ലയിലെ ബഡ് സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന സംഗീത ഉപകരണങ്ങളുടെ വിതരണം വിദ്യാർത്ഥികളുടെ കലാമികവിനാൽ ശ്രദ്ധേയമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ 25 ബഡ്സ് CRC സ്ഥാപനങ്ങൾക്കാണ് സംഗീതോപകരണങ്ങൾ വിതരണം ചെയ്തത്. മാട്ടൂൽ, മാടായി, മുണ്ടേരി, ഉളിക്കൽ, പയ്യാവൂർ, കുറുമാത്തൂർ, എരഞ്ഞോളി, ചൊക്ലി, അഞ്ചരക്കണ്ടി BRC, മയ്യൽ BRC, കരിവള്ളൂർ, ഇരിക്കൂർ, കുറ്റ്യാട്ടൂർ, വേങ്ങാട് ബഡ് സ്കൂൾ എന്നിവർക്കാണ് ഇലക്ട്രിക് കീബോർഡുകൾ വിതരണം ചെയ്തത്. രാമന്തളി, പ്രതീക്ഷ, പാട്യം, മാങ്ങാട്ടിടം, ചെറുതാഴം BRC, കോളയാട്, ചെറുപറമ്പ്, കൊളച്ചേരി, പാപ്പിനിശ്ശേരി, ചെമ്പിലോട് BRC, പിണറായി ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ചണ്ടകൾ നൽകിയത്. കതിരൂർ ബഡ് സ്കൂളിന് ബേസ് ഡ്രം നൽകി. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി സബ് ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. തൃശൂർ കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ സംസ്ഥാനതല ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വർണ്ണപ്പകിട്ടിന് നാളെ തുടക്കമാകും. ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്ത് ചൂടുയരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. അതേസമയം ചിലയിടങ്ങളിൽ നാളെയും മറ്റന്നാളും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിലെ പ്രാദേശിക രുചി വൈവിധ്യങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യ ടൂറിസത്തിന് പ്രാധാന്യം നൽകി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എക്സ്പോ 2025 തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് ഈ മാസം 19-ന് ഇടുക്കി വാഗമണിൽ തുടക്കമാകും. 75 മത്സരാർത്ഥികളും 40-ലധികം വിദേശ ഗ്ലൈഡറുകളും മാർച്ച് 23 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഫെഡറേഷൻ എയറോനോട്ടിക് ഇന്റർനാഷണൽ, എയ്റോ ക്ലബ് ഓഫ് ഇന്ത്യ, ഓറഞ്ച് ലൈഫ് പാരാഗ്ലൈഡിംഗ് സ്കൂൾ ഇന്ത്യ എന്നിവയുടെ സാങ്കേതിക പിന്തുണയും ഉണ്ടാകും. വാഗമണിലെ പാരാഗ്ലൈഡിംഗ് സാധ്യതകൾ അന്താരാഷ്ട്ര തലത്തിലെത്തിക്കുക, സാഹസിക ടൂറിസത്തിൽ കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നിവയാണ് ഫെസ്റ്റിവലിലൂടെ ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നത്. 25ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ മത്സരാർത്ഥികളും ഇന്ത്യയിലെ 10-ലധികം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര മത്സരാർത്ഥികളും പങ്കെടുക്കും. പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ഉപയോഗിച്ച് പല്ലു തേച്ച 3 വയസ്സുകാരി ചികിത്സയിലിരിക്കെ മരിച്ചു. പാലക്കാട് അട്ടപ്പാടി സ്വദേശികളായ ലിതിൻ, ജോമറിയ ദമ്പതികളുടെ മകൾ നേഹ റോസാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇടുക്കി ഗ്രാമ്പിയിലെ കടുവയെ മയക്കുമടി വയ്ക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കടുവയെ പിടികൂടി തേക്കടിയിലെത്തിച്ച് ചികിത്സ നൽകുമെന്ന് DFO N രാജേഷ് അറിയിച്ചു. കടുവയെ നമ്മൾ രാവിലെ വരെ നിരീക്ഷിച്ചവരാണ്. അതിന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിന് ചികിത്സ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മയക്കുവെടി വെച്ചിട്ട് പിടികൂടുന്നതിനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച് തേക്കടിയിലേക്ക് മാറ്റിയിട്ട് അവിടെ അതിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ കണ്ട സ്ഥലത്തൊന്നും മാറിയിട്ടില്ല. കടുവ ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോഴും നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രി കച്ചവടക്കാരൻ കൊണ്ടുപോയ സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ. ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിലെ ജീവനക്കാരനായ അജയ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. 17 രോഗികളുടെ സ്പെസിമെനുകളാണ് മോഷണം പോയത്. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം തേടി. ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും രാഷ്ട്രീയ, ജാതി, മത സംഘടനകളുടെ ചിഹ്നങ്ങളോ കൊടികളോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധി പാലിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ലോക ജലദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 24, 25 തീയതികളിൽ തിരുവനന്തപുരത്ത് പരിസ്ഥിതി സംഗമം സംഘടിപ്പിക്കും. ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജലബജറ്റ്, മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ തുടങ്ങിയവയാണ് പ്രധാന വിഷയങ്ങൾ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനവും പദ്ധതി വിശദീകരണവും നാളെ BEM ഗേൾസ് ഹൈസ്കൂളിൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതി പ്രഖ്യാപനം നടത്തും. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരങ്ങളായ കേരള പുരസ്കാരങ്ങൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തിങ്കളാഴ്ച സമ്മാനിക്കും. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ക്യാൻസർ കോശങ്ങളിൽ മാത്രം കൃത്യമായി അത്യാധുനിക റേഡിയേഷൻ ചികിത്സ തിരുവനന്തപുരം RCCയിൽ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള പരമാവധി പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനതല ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വർണ്ണപ്പകിട്ടിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെയുള്ള പരാതികൾ സമർപ്പിക്കുന്നതിന് ശുഭയാത്ര പദ്ധതിയുമായി നോർക്ക റൂട്ട്സ്. പകൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.